Hi students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മെമ്മറി ഓർഗനൈസേഷൻ ആണ്. 5th മൊഡ്യൂൾ ആണ്. The memory unit is an essential component in any digital computer since it is needed for storing programs and data. നമുക്കറിയാവുന്ന പോലെ തന്നെ പ്രോഗ്രാംസുകളും ഡാറ്റയും സ്റ്റോർ ചെയ്യാൻ കമ്പ്യൂട്ടറിനകത്ത് ഉപയോഗിക്കുന്ന മെമ്മറി ഇത് എസെൻഷ്യൽ കോമ്പണൻ്റ് ആണ്. ഡാറ്റകളും പ്രോഗ്രാംസുകളും സ്റ്റോർ ചെയ്യാതെ നമുക്ക് കമ്പ്യൂട്ടറുകളോ മൊബൈൽ ഡിവൈസുകളോ മറ്റു ഡിവൈസുകളൊന്നും വർക്ക് ചെയ്യിക്കാൻ പോസിബിൾ അല്ല അല്ലേ. മോസ്റ്റ് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് വുഡ് റൺ മോർ എഫിഷ്യൻ്റ്ലി ഇഫ് ദേ വർ എക്യുപ്ഡ് വിത്ത് അഡീഷണൽ സ്റ്റോറേജ് ബിയോണ്ട് ദി കപ്പാസിറ്റി ഓഫ് ദി മെയിൻ മെമ്മറി. അപ്പോൾ നമുക്കറിയാം നമ്മുടെ മെയിൻ മെമ്മറി ഉദ്ദേശിക്കുന്നത് റാമാണ്. റാമിനകത്ത് ഉള്ള മെമ്മറി കൂടുതൽ മെമ്മറി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കും പ്രോപ്പറായിട്ട് കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. റാം എന്നുള്ളത് നമുക്കറിയാം ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. ടെമ്പററി ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് കമ്പ്യൂട്ടറിനകത്ത് വോൾട്ടേജ് ഉള്ള സമയത്ത് മാത്രമേ റാമിനകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യുള്ളൂ. അതൊരു വോളറ്റൈൽ മെമ്മറിയാണ്. അതുകൊണ്ട് തന്നെ റാമിൻ്റെ പുറമെ ഈ മെയിൻ മെമ്മറിക്ക് അഡീഷണൽ ആയിക്കൊണ്ട് കൂടുതൽ സ്റ്റോർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ കമ്പ്യൂട്ടറിന് ഉണ്ടെങ്കിൽ മാത്രമേ പെർമനൻ്റ് ആയിട്ട് ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദർ ഇസ് ജസ്റ്റ് നോട്ട് ഇനഫ് സ്പേസ് ഇൻ വൺ മെമ്മറി യൂണിറ്റ് അക്കോമഡേറ്റ് ഓൾ പ്രോഗ്രാംസ് യൂസ്ഡ് ഇൻ എ ടിപ്പിക്കൽ കമ്പ്യൂട്ടർ. നമുക്കറിയാം ഒരൊറ്റ മെമ്മറിക്കകത്ത് തന്നെ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റാമിനകത്ത് നമുക്ക് എല്ലാ ഡാറ്റയും പെർമനൻ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് മറ്റു ഡിവൈസുകൾ വേണ്ടി ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള മറ്റു ഡിവൈസുകൾ വേണ്ടി വരും അല്ലേ. അതുപോലെ തന്നെ റാമിനകത്ത് ഒരു ലിമിറ്റഡ് സ്പേസ് മാത്രമേ അലൗഡുള്ളൂ. ഇപ്പോൾ നമുക്കൊന്നറിയാം ഇന്ന് റിലീസ് ചെയ്യുന്ന പുതിയ ലേറ്റസ്റ്റ് കമ്പ്യൂട്ടറുകൾക്കൊക്കെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകൾക്കൊക്കെ 8 GB 16 GB 32 GB ഒക്കെയാണ് റാം പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മളൊരു പ്രോഗ്രാമുകൾ അതുകൊണ്ട് ഡാറ്റകളും സ്റ്റോർ ചെയ്യാൻ നമുക്ക് 30 GB ഒന്നും മതിയാവില്ല. ഒരുപാട് ഡാറ്റകൾ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യും ടെറാബൈറ്റ്സുകൾ വരെ വേണ്ടി വരും. അപ്പോൾ അതൊന്നും നമുക്ക് ഈ റാമിനകത്ത് സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. ഒന്ന്. രണ്ടാമത് റാം എന്നുള്ളൊരു വോളറ്റൈൽ മെമ്മറിയാണ്, ടെമ്പററി ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആൾട്ടർനേറ്റീവ് ആയിട്ട് തന്നെ നമുക്ക് മറ്റു മെമ്മറികളും പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മറ്റു മെമ്മറികളും നമുക്ക് ആവശ്യമുണ്ട് അല്ലേ. All accumulated information is needed by the CPU at the same time. നമുക്ക് എല്ലാ ഡാറ്റയെയും അല്ലെങ്കിൽ എല്ലാ പ്രോഗ്രാംസിനെയും CPU അറ്റ് എ ടൈമിൽ ആക്സസ് ചെയ്യുന്നില്ല. CPU ചെയ്യുന്നത് അറ്റ് എ ടൈമിൽ ഒരൊറ്റ പ്രോഗ്രാം മാത്രമേ ആക്സസ് ചെയ്യുന്നുള്ളൂ. അതിനെ പ്രോസസ്സ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത പ്രോഗ്രാമിനെ റാമിൽ നിന്നും ആക്സസ് ചെയ്യും. അതിനെ പ്രോസസ്സ് ചെയ്യും. പിന്നെ അതിന് ശേഷം തൊട്ടടുത്തുള്ള പ്രോഗ്രാമിനെ ഷെഡ്യൂളിങ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, വോയിസിനൊക്കെ വരുന്ന ഷെഡ്യൂളിങ്. അങ്ങനെ ഷെഡ്യൂൾ അനുസരിച്ച് CPU ഓരോ പ്രോഗ്രാംസുകളെ ഒരു ടാസ്കുകളെ റാമിൽ നിന്നും ആക്സസ് ചെയ്യും. അതിനെ പ്രോസസ്സ് ചെയ്യും. തിരിച്ച് റാമിലേക്ക് തന്നെ സെൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ CPU അറ്റ് എ ടൈമിൽ ഒരു പ്രോസസ്സാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ CPUക്കകത്ത് നമുക്ക് കൂടുതൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, therefore it is more economically to use low-cost storage devices to serve as a backup for storing the information that is currently used by the CPU. It is not currently used by the CPU. അപ്പോൾ CPUവും റാമും ഒന്നും സ്റ്റോർ ചെയ്യാത്ത ഡാറ്റകൾ നമുക്ക് എക്കണോമിക്കൽ പർപ്പസിന് എക്കണോമിക്കലി നമുക്ക് എന്ത് ചെയ്യും ലോ കോസ്റ്റ് സ്റ്റോറേജ് ഡിവൈസസ് ഉണ്ടാവും. ഇപ്പോൾ നമുക്കറിയാം CPU അതുപോലെ തന്നെ CPU അകത്ത് മെമ്മറി ഉണ്ട്. നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ റാമിനകത്ത് ഡാറ്റ കൂടുതൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുപോലെ തന്നെ ലോ കോസ്റ്റ് ആയിട്ട് നമുക്ക് ബൾക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഒരുപാട് ബാക്കപ്പ് ഡിവൈസസ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഹാർഡ് ഡിസ്ക് അല്ലേ. നമുക്കിന്ന് ഹാർഡ് ഡിസ്കുകൾ 1 TB 2 TB ഹാർഡ് ഡിസ്കുകളൊക്കെ അവൈലബിൾ ആണ് അല്ലേ. 8 TB ഒരുപാട് ഹാർഡ് ഡിസ്കുകൾ നമുക്കൊന്ന് അവൈലബിൾ ആണ്. ലോ കോസ്റ്റ് മീൻസ് കമ്പയർ ടു ദി അതർ മെമ്മറീസ്. ഫോർ എക്സാമ്പിൾ മെയിൻ മെമ്മറി ഓർ ക്യാഷ് മെമ്മറി ഇതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഹാർഡ് ഡിസ്കിന് റേറ്റ് വളരെ ചീപ്പാണ്. ഓക്കെ, അപ്പോൾ അതിലൊക്കെ നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഡാറ്റകൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇത് ലോ കോസ്റ്റ് സ്റ്റോറേജ് ഡിവൈസസ് മാഗ്നറ്റിക് ടൈപ്പ് ഹാർഡ് ഡിസ്കുകൾ, CD ഡ്രൈവുകൾ, ഫ്ലാഷ് ഡ്രൈവുകൾ തുടങ്ങിയിട്ടുള്ള മെമ്മറിയിലൊക്കെ നമുക്ക് പെർമനൻ്റ് ആയിട്ട് തന്നെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. The memory unit that directly communicate with the CPU is called main memory. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്ന കാര്യം, അതായത് CPU-യുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെമ്മറിയാണെന്ത് മെയിൻ മെമ്മറി. ഇവിടെ മെയിൻ മെമ്മറി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മെയിനായിട്ട് റാമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റാമാണ് CPU-യുമായിട്ട് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഡിവൈസസ് ദാറ്റ് പ്രൊവൈഡ് ബാക്കപ്പ് സ്റ്റോറേജ് ആർ കോൾഡ് ഓക്സിലറി മെമ്മറീസ് അല്ലേ. നമ്മൾ ബാക്കപ്പ് സ്റ്റോറേജിന് വേണ്ടി ഡാറ്റ പെർമനൻ്റ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് ഈ ഓക്സിലറി മെമ്മറീസ്.
ബാക്കപ്പ് സ്റ്റോറേജിന് വേണ്ടിയിട്ട്. ഓക്കെ, ബൾക്കായിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഓക്സിലറി മെമ്മറി. ലോ കോസ്റ്റ് ആയിരിക്കും കമ്പയർഡ് ടു ദി അതർ ഡിവൈസസ്. ദ മെമ്മറി ഹയറാർക്കി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഓൾ storage devices employed in a computer system from the slow by high capacity. സ്ലോ ബൈ ഹൈ കപ്പാസിറ്റി ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സ്പീഡ് സ്ലോ ആയിരിക്കും, പക്ഷേ ബട്ട് കപ്പാസിറ്റി കൂടുതലായിരിക്കും. അതാണ് ഓക്സിലറി മെമ്മറി. സെക്കൻഡറി മെമ്മറികളൊക്കെ ഹാർഡ് ഡിസ്ക്, മാഗ്നറ്റിക് ടൈപ്പ്, അതുപോലെ തന്നെ ഡിവൈസുകളൊക്കെ സ്ലോ ആയിരിക്കും. അതിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യാനുള്ള, അതുപോലെ ഡാറ്റ അതിലേക്ക് റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനുള്ള സ്പീഡ് കുറവായിരിക്കും compared to the other memory. For example, main memory. To relatively faster main memory. Main memory വെച്ചിട്ട് എന്തായിരിക്കും കുറവായിരിക്കും ഇത് ഓക്സിലറി മെമ്മറിക്ക്. മെയിൻ മെമ്മറിക്ക് ഓക്സിലറി വെച്ചിട്ട് കൂടുതലായിരിക്കും സ്പീഡ്. ഡാറ്റ ആക്സസ് ചെയ്യാനുള്ള സ്പീഡ് കൂടുതലായിരിക്കും, പക്ഷേ കപ്പാസിറ്റി കുറവായിരിക്കും. ടു ഈവൻ സ്മോളർ ആൻഡ് ഫാസ്റ്റർ ക്യാഷ് മെമ്മറി. അതുപോലെ തന്നെ ക്യാഷ് മെമ്മറി കുറഞ്ഞ ഡാറ്റ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷേ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ക്യാഷ് മെമ്മറി. ഈ ക്യാഷ് മെമ്മറി എന്നുള്ളത് നമ്മുടെ CPU-യുമായി ഏറ്റവും ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. ഓക്കെ, ഇപ്പോൾ CPU ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡാറ്റകൾ, ആ പ്രോസസ്സിങ്ങിന് വേണ്ടിയുള്ള അത്യാവശ്യ ഡാറ്റകളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ക്യാഷ് മെമ്മറിയിലായിരിക്കും. ക്യാഷ് മെമ്മറിയിലില്ലെങ്കിൽ നേരെ മെയിൻ മെമ്മറിയിൽ നോക്കും. മെയിൻ മെമ്മറി ഇല്ലെങ്കിൽ വീണ്ടും അത് സെക്കൻഡറി മെമ്മറിയിലേക്ക് പോയിട്ട് സെക്കൻഡറി മെമ്മറിയിൽ നിന്നും ഡാറ്റ എടുത്ത് മെയിൻ മെമ്മറിയിലേക്ക് കൊടുക്കും. അവിടുന്ന് അത് ക്യാഷ് മെമ്മറിയിലേക്ക് കൊടുക്കും. അവിടുന്ന് അത് CPU പ്രോസസ്സ് ചെയ്യും. ഇതാണ് പ്രോസസ്സിങ്ങിൻ്റെ ഒരു സ്റ്റെപ്പ്. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന മെമ്മറി ഹയറാർക്കിയാണ്. മെമ്മറി ഹയറാർക്കി ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാനില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ദ മെമ്മറി ഓക്കുപ്പൈസ് എ സെൻട്രൽ പൊസിഷൻ by being able to communicate directly with the CPU and with auxiliary memory devices through an I/O processor. നമ്മുടെ മെയിൻ മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ പൊസിഷൻ, അതായത് ഡാറ്റ എടുക്കുന്ന സെൻട്രൽ പാർട്ടിൽ നിൽക്കുന്ന ഒരാളാണ് മെയിൻ മെമ്മറി. പറയാൻ കാരണം മെയിൻ മെമ്മറിയാണ് നമ്മൾ CPU-യുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ മെയിൻ മെമ്മറി നമുക്കറിയാം ടെമ്പററി മെമ്മറിയാണ്. മെമ്മറി ടെമ്പററി മെമ്മറിയാണ്. അതുകൊണ്ട് തന്നെ ഡാറ്റ പെർമനൻ്റ് ആയിട്ട് നമുക്കൊന്നും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡാറ്റ നമ്മൾ പെർമനൻ്റ് സ്റ്റോർ ചെയ്യുന്നത് ഓക്സിലറി മെമ്മറിയിലായിരിക്കും. ഓക്കെ, ഈ ഓക്സിലറി മെമ്മറിയിൽ നിന്നും I/O പ്രോസസ്സർ മുഖേന നമ്മൾ മെയിൻ മെമ്മറിയിലേക്ക് ഡാറ്റ എത്തിക്കും. ആ മെയിൻ മെമ്മറിയിൽ നിന്നും ഡാറ്റ CPU-ന് പാസ് ചെയ്യും, അല്ലെങ്കിൽ മെയിൻ മെമ്മറിയിൽ നിന്ന് ഡാറ്റ ക്യാഷിന് പാസ് ചെയ്യും. ഓക്കെ, ക്യാഷ് എന്നുള്ളത് ഇന്ന് വരുന്ന CPU-കളുമായി അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറി സാധാരണ L1 ക്യാഷ്, L2 ക്യാഷ്, L3 ക്യാഷ് എന്നൊക്കെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാഷ് ഉണ്ട്. നമുക്ക് ക്യാഷ് മെമ്മറി നമുക്ക് നമ്മളെ ഈ മൊഡ്യൂളിൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്നുണ്ട്, അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ക്യാഷ് മെമ്മറി L1 ക്യാഷ്, L2 ക്യാഷ്, L3 ക്യാഷ്, ഈ ക്യാഷുകളൊക്കെ 2 MB, 5 MB, 4 MB കുറഞ്ഞ MB-കൾ മാത്രമേ ഈ ക്യാഷ് മെമ്മറിക്കകത്തുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ക്യാഷ് മെമ്മറിയിലെ ഡാറ്റ എന്ന് പറഞ്ഞാൽ CPU പ്രോസസ്സിങ്ങിന് അത്യാവശ്യമായിട്ടുള്ള ഡാറ്റകൾ മാത്രമേ ക്യാഷ് മെമ്മറിക്കകത്തുണ്ടാവുള്ളൂ. അപ്പോൾ ഈ മെയിൻ മെമ്മറി ചെയ്യുന്നത് ഒരു സെൻട്രൽ പൊസിഷൻ കീപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് I/O പ്രോസസ്സർ മുഖേന ഓക്സിലറി മെമ്മറിയിൽ നിന്നും, ഓക്സിലറി മെമ്മറി ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്താണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഹാർഡ് ഡിസ്ക് ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. അപ്പോൾ ഹാർഡ് ഡിസ്കിൽ നിന്നും നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റകൾ, നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള പ്രോഗ്രാംസുകൾ I/O പ്രോസസ്സർ മുഖേന മെയിൻ മെമ്മറിയിലേക്ക് റാമിലേക്ക് ലോഡ് ചെയ്യുകയും ആ റാമിൽ നിന്ന് അത് CPU-യിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. CPU-യിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ ക്യാഷ് മെമ്മറിയിൽ അതുണ്ടാവും. ക്യാഷ് മെമ്മറിയിൽ ഫസ്റ്റ് CPU പ്രോസസ്സിങ് ടൈമിൽ ഫസ്റ്റ് CPU നോക്കുക ക്യാഷ് മെമ്മറിയിൽ ആ ഡാറ്റ ഉണ്ടോ ഇല്ലേ എന്നാണ് കേട്ടോ. ഹിറ്റ് മിസ് റേഷ്യോകളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ക്യാഷ് മെമ്മറിയിൽ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കുന്ന റേഷ്യോ ഉണ്ടോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ CPU-യുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മെയിൻ മെമ്മറിയാണ്. മെമ്മറിയിലെ ഡാറ്റകൾ CPU-യിലേക്ക് പാസ് ചെയ്യും. CPU പ്രോസസ്സ് കഴിഞ്ഞ ഡാറ്റകൾ മെയിൻ മെമ്മറിയിലേക്ക് തിരിച്ചിങ്ങോട്ടും കൊടുക്കും. ഓക്കെ, ത്രൂ ക്യാഷ് മുഖേന കേട്ടോ. എ സ്പെഷ്യൽ വെരി ഹൈ സ്പീഡ് മെമ്മറി കോൾഡ് ക്യാഷ് is used to increase the speed of processing by making current programs and data available to the CPU at the rapid rate. Okay, CPU logic is usually faster than main memory access time. നമുക്കറിയാം CPU-ൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ മെയിൻ മെമ്മറിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അല്ലേ. മെമ്മറി എന്ന് പറഞ്ഞാൽ
റാമിന് സ്പീഡിനേക്കാൾ ഒരുപാട് മീൻസ് ഒരു 10 times വരെ സ്പീഡ് കൂടുതലായിരിക്കും നമ്മുടെ സി പി യുക്കകത്ത് ഉണ്ടാവുക. ഓക്കെ, with the result the processing speed is limited primarily by the speed of the main memory. Okay, the cache is used for storing segments of programs currently being executed in the CPU and temporary data frequently needed to the present calculation. നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ് കേട്ടോ. The typical access time ratio between cache and main memory about 1 to 10 times അല്ലേ. നമുക്ക് ഒരു ഡാറ്റനെ മെയിൻ മെമ്മറിയിൽ നിന്ന് എടുക്കുന്നതും അതുപോലെ തന്നെ ക്യാഷിൽ നിന്ന് എടുക്കുന്നതും തമ്മിൽ 10 times കൂടുതലായിരിക്കും മെയിൻ മെമ്മറിയിൽ നിന്ന് ഡാറ്റനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്യാഷിൽ നിന്ന് അത്രയും പെട്ടെന്ന് ഡാറ്റനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ സി പി യുവിന് ഫാസ്റ്റായിട്ട് ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ക്യാഷ് മെമ്മറി കൂടുന്തോറും നമുക്ക് കൂടുതൽ ഡാറ്റ ക്യാഷിൽ സ്റ്റോർ ചെയ്യാം, ക്യാഷിൽ നിന്ന് എടുത്തിട്ട് സി പി യുവിന് അത് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ സി പി യു പറയുമ്പോൾ ഇൻ്റലിൻ്റെ i3 പ്രൊസസ്സർ, i5 പ്രൊസസ്സർ, i7 പ്രൊസസ്സർ എന്നൊക്കെ പറയാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താ പറയുക, അത് പ്രൊസസ്സർ പറയുമ്പോൾ നമ്മൾ നോക്കണം ക്യാഷ് എത്ര ഉണ്ട് എന്നുള്ളത്, മനസ്സിലായോ. അപ്പോൾ ഈ പ്രൊസസ്സറുകൾക്കൊക്കെ ക്യാഷുകൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ i3 പ്രൊവൈഡ് ചെയ്യുന്നതിൽ കൂടുതൽ ക്യാഷ് മെമ്മറി i5 പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, i5ന് കൂടുതൽ ഡാറ്റകളെ ക്യാഷിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ക്യാഷിൽ സ്റ്റോർ ചെയ്യുമ്പോൾ 10 times സ്പീഡിൽ അതിന് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം ഒരു ഡാറ്റനെ റാമിൽ പോയിട്ട് എടുത്തുകൊണ്ടിരുന്നതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും, മനസ്സിലായി. അപ്പോൾ 10 times സ്പീഡ് കൂടും അവിടെ. അപ്പോൾ അതുകൊണ്ടാണ് പല സി പി യുകളും സ്പീഡുകൾ വ്യത്യാസപ്പെടുന്നത്. അപ്പോൾ നമ്മൾ സി പി യു വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് അതിന് എത്ര ക്യാഷ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ വരുന്ന സി പി യുവിൻ്റെ ചിപ്പ് നമ്മൾ പ്രൊസസ്സർ വാങ്ങുമ്പോഴേ ആ സി പി യു ചിപ്പിനകത്ത് പ്രൊസസ്സറിനകത്ത് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാകും. L1 ക്യാഷ് ഇത്ര, L2 ക്യാഷ് ഇത്ര, L3 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാകും. ഓക്കെ, അത് നമുക്ക് L1 L2നെ കുറിച്ച് നമുക്ക് ക്യാഷ് മെമ്മറിയിൽ ഡിസ്കസ് ചെയ്യട്ടോ. ഓക്കെ, ഓക്സിലറി മെമ്മറി ആക്സസ് ടൈം യൂസ് യൂഷ്വലി 1000 times ദെൻ ഓഫ് മെയിൻ മെമ്മറി അല്ലേ. മെയിൻ മെമ്മറിയിൽ നിന്ന് ഒരു ഡാറ്റ എടുക്കുന്നതിൻ്റെ 1000 times എടുക്കുമെന്ത് ഒരു ഓക്സിലറി മെമ്മറി ഹാർഡ് ഡിസ്കിൽ പോയിട്ടൊരു ഡാറ്റ ആക്സസ് ചെയ്യാൻ 1000 times ചെയ്യും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ക്യാഷ് മെമ്മറിയിൽ നിന്ന് ഡാറ്റ എടുക്കാനും ഹാർഡ് ഡിസ്കിൽ നിന്ന് ഡാറ്റ എടുക്കാനും എത്രയും അല്ലേ 10,000 times അധികം എടുക്കും. മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെ സ്പീഡ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം അല്ലേ. അതുകൊണ്ടാണ് ക്യാഷ് മെമ്മറി വളരെ കോസ്റ്റ്ലി ആണെന്ന് പറയാൻ കാരണം കേട്ടോ. ഓക്കെ, the main memory is the central storage unit in a computer system. നമ്മൾ പറഞ്ഞു അല്ലേ, it is relatively large and fast memory used to store programs and data during the computer operation അല്ലേ. അപ്പോൾ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വോൾട്ടേജിലുള്ള അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മുടെ മെയിൻ മെമ്മറിക്ക് അത് ഡാറ്റ സ്റ്റോർ ചെയ്യുള്ളൂ. ഓക്കെ, the principal technology used for the main memory is used by the semiconductor integrated circuit. അതിനകത്ത് ഉപയോഗിക്കുന്ന ടെക്നോളജി സെമികണ്ടക്ടർ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സുകളാണ് നമ്മൾ റാമിനകത്ത് യൂസ് ചെയ്യുന്നത്. റാം ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോറിങ് ബൾക്ക് ഡാറ്റ വിത്ത് ബൾക്ക് ഓഫ് ദി പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ ദാറ്റ് ആർ സബ്ജക്റ്റ് ടു ദി ചേഞ്ച് അല്ലേ. അത് റാമിനകത്ത് ബൾക്ക് ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ബൾക്ക് ഡാറ്റ എന്ന് ഉദ്ദേശിച്ച് കമ്പയർ ടു ദി ക്യാഷ് നോക്കുമ്പോൾ ബൾക്ക് ഡാറ്റ കേട്ടോ, കമ്പയർ ടു ദി നമ്മൾ ഹാർഡ് ഡിസ്ക് നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ കൂടുതൽ ഡാറ്റകൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും റാമിനകത്ത്. ഡാറ്റ ആവാം, അതുപോലെ തന്നെ പ്രോഗ്രാംസ് ആവാം, രണ്ടും ആവാം. ഓക്കെ, പക്ഷേ അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇത് വോൾട്ടൈലാണ്, ഇത് ഉപയോഗിക്കാതെ ഡാറ്റിനെ അത് റിമൂവ് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ റിമൂവ് ചെയ്ത്. Integrated circuit RAM chip are available into 2 possible operating modes, static and dynamic. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ, റാമുകൾ 2 തരം ഉണ്ട് നിൽക്കില്ലേ, സ്റ്റാറ്റിക് റാമും ഡൈനാമിക് റാമും. ഈ ഡൈനാമിക് റാമിൽ തന്നെ ഒരുപാട് റാമുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ലേ, അതുപോലെ തന്നെ ഈ റോമും നിങ്ങളൊരു പക്ഷേ പഠിച്ചിട്ടുണ്ടാവില്ലേ. റോം പഠിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ റാമിൽ തന്നെ 2 ടൈപ്പ്, സ്റ്റാറ്റിക് റാമും ഡൈനാമിക് റാമും. ഇപ്പോൾ നമ്മളിന്നൊരു കമ്പ്യൂട്ടറിൻ്റെ കോൺഫിഗറേഷൻ നോക്കുമ്പോൾ അതിനകത്ത് റാം എന്ന് കൊടുത്തിട്ടുണ്ടാവും. റാം എന്നല്ല അവർ എഴുതുക, റാമിൻ്റെ നേരെ അവർ എഴുതുക DDR3, DDR4, DDR2 എന്നൊക്കെ നമ്മളവർ എഴുതുക. ശരി, അപ്പോൾ ഈ DDR എന്ന് പറയുമ്പോൾ എന്ത് റാമാണ് നമ്മൾ മനസ്സിലാക്കണം. ഈ റാം മെയിനായിട്ട് 2 റാമുകൾ, ഒന്ന് സ്റ്റാറ്റിക്കും ഡൈനാമിക്കും. DDR എന്ന് പറയുന്നത് ഡൈനാമിക് റാമിനെ കുറിച്ചിട്ടാണ് അവിടെ അവർ മെൻഷൻ. സാധാരണ നമ്മൾ വയ്ക്കുന്ന റാമുകൾ ഡൈനാമിക് റാമാണ് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് പറയാം നമുക്ക്. അപ്പോൾ 2 തരത്തിലുള്ള റാമുകളുണ്ട്. ഒന്ന് സ്റ്റാറ്റിക് റാമും SRAM, ഡൈനാമിക് റാം DRAM. ഓക്കെ,
സ്റ്റാറ്റിക് റാം ചെയ്യുന്നത് ഈച്ച് സെൽ സ്റ്റോഴ്സ് ബിറ്റ് വിത്ത് എ 6 ട്രാൻസിസ്റ്റർ സർക്യൂട്ട്. ഓരോ ബിറ്റുകളും എന്ത് ചെയ്യും? 6 ട്രാൻസിസ്റ്റർ സർക്യൂട്ടുകളാണ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായി? റിട്ടേൺസ് വാല്യൂ ഇൻഡെഫിനിറ്റ്ലി ആസ് ലോങ് ആസ് ഇറ്റ് കെപ്റ്റ് പവർ. അതിനകത്ത് വാല്യൂ എന്ത് ചെയ്യും? പവറുള്ള സമയത്തൊക്കെ അതിനകത്ത് സ്റ്റോർ ചെയ്യും. റിലേറ്റീവ്ലി ഇൻസെൻസിറ്റീവ് ടു ഡിസ്റ്റർബൻസ് സച്ച് ആസ് ഇലക്ട്രിക്കൽ നോയ്സ്. ഇലക്ട്രിക്കൽ നോയ്സ് വരുമ്പോഴൊന്നും ഇതെന്ത് ചെയ്യില്ല, അതിന് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഫാസ്റ്റർ 8 to 16 times കേട്ടോ, ആൻഡ് മോർ എക്സ്പെൻസീവ് 8 to 16 times മോർ ദാൻ ദി DRAM. DRAMനെ കമ്പയർ ചെയ്യുമ്പോൾ 16 times ഫാസ്റ്ററാണ്, അതുപോലെ തന്നെ 16 times എക്സ്പെൻസീവ് ആണ്. എന്തുകൊണ്ടാണെന്ന് പറയാം. ഫസ്റ്റ് DRAMൻ്റെ പോയിന്റ് വായിക്കാൻ നമുക്ക് മനസ്സിലാവും. ഈച്ച് സെൽ സ്റ്റോഴ്സ് ബിറ്റ് വിത്ത് എ കപ്പാസിറ്റർ ആർ ട്രാൻസിസ്റ്റർ. ഇവിടെ ഒരു സെല്ലിൽ ഉപയോഗിക്കുന്നത് കപ്പാസിറ്ററും ട്രാൻസിസ്റ്ററുമാണ് അവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾ SRAMന് ഉപയോഗിക്കുന്നത് ഈച്ച് സെൽ സ്റ്റോർ ബിറ്റ് വിത്ത് എ 6 ട്രാൻസിസ്റ്റർ സർക്യൂട്ടാണ്. അവിടെ 6 ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു ട്രാൻസിസ്റ്ററാണ് ഉപയോഗിക്കുന്നത്. ട്രാൻസിസ്റ്ററും കപ്പാസിറ്ററൊക്കെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് DRAMനകത്ത്. വാല്യൂ മസ്റ്റ് ബി റിഫ്രഷ്ഡ് എവറി 10 to 100 millisecond. സെൻസിറ്റീവ് ടു ഡിസ്റ്റർബൻസ് അല്ലേ. സ്ലോവർ ആൻഡ് ചീപ്പർ ദാൻ SRAM. SRAMനെ അപേക്ഷിച്ചിട്ട് ചീപ്പറാണ്. ആക്സസിൻ്റെ ടൈം കൂടുതലാണ്. DRAMന് SRAMനെ അപേക്ഷിച്ചിട്ട് ആക്സസിങ് ടൈം കൂടുതലാണ്, എക്സ്പെൻസും കുറവാണ്. ഓക്കെ, SRAMന് വളരെ സ്പീഡായിട്ട് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എക്സ്പെൻസീവാണ്. മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ SRAMൽ ഉപയോഗിക്കുന്നത് 6 ട്രാൻസിസ്റ്റർ സർക്യൂട്ടാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ കപ്പാസിറ്ററും ട്രാൻസിസ്റ്ററൊക്കെ വെച്ചിട്ടുള്ള സർക്യൂട്ടാണ് DRAMനകത്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ SRAM 16 times ഫാസ്റ്ററാണ് ദാൻ ദി DRAM. ഓക്കെ, അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആണ് കേട്ടോ. ചെറിയ ടേബിൾ ഒന്ന് നോക്കാം നമുക്കത്. SRAM DRAM ട്രാൻസ്ഫർ പെർ ബിറ്റ് 6 ആണ്, ഇവിടെ 1 ആണ്. ആക്സസ് ടൈം 1 index മീൻസ് DRAM 10 index ആണ് കേട്ടോ. അപ്പോൾ അത്രയും ടൈം അധികം എടുക്കും ഇത് DRAM ഡാറ്റ ആക്സസ് ചെയ്യാൻ. ഓക്കെ, 10 times അധികം എടുക്കും എന്നർത്ഥം. പെർസിസ്റ്റൻസ് യെസ് നോ അല്ലേ. അതുപോലെ തന്നെ സെൻസിറ്റീവ് ആണോ? SRAM സെൻസിറ്റീവ് അല്ല, അതുപോലെ തന്നെ DRAM സെൻസിറ്റീവ് ആണ്. കോസ്റ്റ് 100 times അധികമാണ് SRAMന്. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് SRAM ഉടനെ ക്യാഷ് മെമ്മറീസ്, DRAMോ മെയിൻ മെമ്മറീസ് ഓർ ഫ്രെയിം ബഫേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവും ക്യാഷ് മെമ്മറിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? SRAMകളാണ്. അപ്പോൾ DRAM അപ്പോൾ നമ്മൾ സാധാ റാം മെയിൻ മെമ്മറി ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാ റാം, അതിനകത്ത് ഉപയോഗിക്കുന്നത് നമ്മൾ DRAM ആണ്. അപ്പോൾ DRAMനെ അപേക്ഷിച്ചിട്ട് അപ്പോൾ 100 times ഫാസ്റ്റ് ആയിരിക്കും നമ്മുടെ SRAM, അതായത് ക്യാഷ് മെമ്മറി നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. Virtually all desktop or servers computers since 1975 use DRAM for main memory and SRAM for cache. അപ്പോൾ സാധാരണ 1975 മുതൽ, അതായത് ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളും നമുക്ക് എന്ത് പറയാം, DRAMകൾ ഉപയോഗിക്കുന്നത് മെയിൻ മെമ്മറിക്ക് വേണ്ടിയിട്ടും SRAMകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാഷിനും വേണ്ടിയിട്ടുമാണ്. ഓക്കെ, ഇനി DRAMനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ദ ഡൈനാമിക് റാം സ്റ്റോഴ്സ് ദ ബൈനറി ഇൻഫർമേഷൻ ഇൻ ദി form of electric charges that are applied to the capacitors. നമ്മൾ പറഞ്ഞു അല്ലേ, കപ്പാസിറ്റർ ആൻഡ് ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്ന DRAM എന്ന് പറഞ്ഞു. ഓക്കെ, the capacitors are provided inside the chip by most transistors. The stored charge on the capacitors tend to discharge with the time, and the capacitors must be periodically recharged by refreshing the dynamic memory. അല്ലേ, നമ്മൾ റിഫ്രഷിങ് റേറ്റ് റിഫ്രഷ് ചെയ്യുന്നു പറഞ്ഞു അല്ലേ, 10 millisecond കൂടുമ്പോൾ റിഫ്രഷ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാറ്റിക് റാം. ദ സ്റ്റാറ്റിക് റാം ഈസ് ഈസിയർ ടു യൂസ് ആൻഡ് ഹാസ് ഷോർട്ടർ റീഡ് ആൻഡ് റൈറ്റ് സൈക്കിൾ. ഷോർട്ടർ റീഡ് ആൻഡ് റൈറ്റ് സൈക്കിൾ ഈസിയർ ആണ്, ഷോർട്ടർ ആണ്. അത് പെട്ടെന്ന് ഡാറ്റ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റും SRAMനകത്ത്. ദ സ്റ്റാറ്റിക് റാം കൺസിസ്റ്റ് എസെൻഷ്യലി of internal flip-flops that stores binary information. The static ROM, the stored information remains valid as long as power applied to the unit. Okay, പവറുള്ള സമയം റാമുകളൊക്കെ നമുക്കറിയാം, പവറുള്ള സമയത്ത് മാത്രമേ ഡാറ്റ ഇതിനകത്ത് സ്റ്റോർ ചെയ്യുള്ളൂ നമുക്കറിയാം. A RAM chip is better suited for communication with the CPU
if it has one or more control inputs that select the chip only when needed. Another common feature is a bidirectional data bus that allows the transfer of data either from memory to CPU during the read operation or from CPU to memory during write operation. മെമ്മറിയിൽ നിന്നും സി പി യുയിലേക്ക് കൊടുക്കുന്നതിന് നമ്മൾ റീഡ് ഓപ്പറേഷനും ബൈഡയറക്ഷനാണ്. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും അല്ലേ. മെമ്മറിയിൽ നിന്നും റാമിൽ നിന്നും ഡാറ്റ നമുക്ക് എങ്ങോട്ട് പാസ് ചെയ്യണം, സി പി യുയിലേക്ക് പാസ് ചെയ്യണം. സി പി പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് റാമിലേക്ക് റൈറ്റ് ചെയ്യും വേണം. അപ്പോൾ ബൈഡയറക്ഷണലാണ്. ബൈഡയറക്ഷണൽ ബസ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് വിത്ത് 3 സ്റ്റേറ്റ് ബഫേഴ്സ്. ഇവിടെ നമുക്ക് കാണാം ഒരു ടേബിൾ കാണാം അല്ലേ. ഇത് മുഖേനയാണ് ബൈഡയറക്ഷൻ ചെയ്യുന്നത്. CS1 CS2 ബാർ റീഡ് റൈറ്റ്. അതുപോലെ തന്നെ 7 ബിറ്റ് അഡ്രസ്സ് ഉണ്ട്. 128/8 റാം ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്കറിയാം ബൈ ഡയറക്ഷനാണ്. സി പി യുയിലേക്ക് അങ്ങോട്ട് ഡാറ്റ റീഡ് ചെയ്യുന്നുണ്ട്, സി പി യു അവിടെ തിരിച്ചിങ്ങോട്ട് റാമിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യുന്നുണ്ട്. ബൈ ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ റീഡ് റൈറ്റ് ഓപ്പറേഷൻ ഉണ്ട്. പറയാൻ കാരണം റോമിൻ്റെ കേസ് വരുന്ന സമയത്ത് അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, റൈറ്റ് എന്നുള്ള ഓപ്പറേഷൻ ഉണ്ടാവില്ല. അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, റീഡ് എന്നുള്ള ഓപ്പറേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ റാമിൻ്റെ കേസിൽ റീഡും റൈറ്റും ഉണ്ടാവും കേട്ടോ. അത് നമുക്ക് അവിടെ ഇരുന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ CS1 CS2 ബാർ റീഡ് റൈറ്റ് അല്ലേ. ഇത് റീഡും റൈറ്റും അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ CS1 അതുപോലെ തന്നെ CS2 ബാറും 0 ആകുമ്പോൾ ഇൻഹിബിറ്റാണ്. ഹൈ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് ഓപ്പറേഷൻസ് ഒന്നും നടക്കുന്നില്ല. ഇനി CS01 ആണ്. CS1 CS2 ബാർ 1 ആണെന്നാണെങ്കിൽ അവിടെ എന്താണ്, റീഡ് റൈറ്റ് ഓപ്പറേഷൻ നടക്കുന്നില്ല. അപ്പോൾ എന്താണ്, ഹൈ ഇമ്പിഡൻസ് ആണ്. ഇനി തിരിച്ച് അങ്ങോട്ട് CS1 1ഉം CS2 0യും റീഡും റൈറ്റും 0 ആണ്. അപ്പോൾ ഇത് ഓപ്പറേഷൻ നടക്കുന്നില്ല. അപ്പോൾ ഹൈ ഇമ്പിഡൻസ് ആണ്. ഇനി CS1 1ഉം CS2 ബാറിൽ 0യും പിന്നെ അതുപോലെ തന്നെ റീഡ് എന്നുള്ള ഓപ്പറേഷന് റൈറ്റ് എന്നുള്ള ഓപ്പറേഷനിൽ 1ഉം ആണെങ്കിൽ റൈറ്റ് ഓപ്പറേഷൻ നടക്കും. തിരിച്ച് റീഡ് എന്നുള്ള ഓപ്പറേഷൻ ആണെങ്കിൽ റീഡ് ഓപ്പറേഷൻ നടക്കും. ഇനി CS1 CS2 ബാറിലും 1 ആണ്. റീഡും റൈറ്റും ഓപ്പറേഷൻ ഓൺ ആയിട്ടില്ലെങ്കിൽ ഒന്നും നടക്കില്ല, ഹൈ ഇമ്പിഡൻസ് ആണ്. അപ്പോൾ ഇവിടെ 2 ഓപ്പറേഷൻസാണ് ചെയ്യുന്നത്, റീഡും റൈറ്റും ചെയ്യണമെങ്കിൽ ഈ ചിപ്പ് സെലക്റ്റിൽ 2 ചിപ്പുകളിലും ഒരു ചിപ്പിൽ 1ഉം മറ്റൊരു 0ഉം വരുമ്പോൾ റീഡ് എന്നുള്ള ഓപ്പറേഷൻ ആക്റ്റീവ് ആണെങ്കിൽ അത് റീഡ് ചെയ്യും, റൈറ്റ് എന്നുള്ള ഓപ്പറേഷനിൽ ആക്റ്റീവ് ആണെങ്കിൽ അത് റൈറ്റ് ചെയ്യും. ഇതൊരു 7 ബിറ്റ് അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാവും കേട്ടോ. A 3-state buffer inputs can be placed in one of the 3 possible states: a signal equivalent to logic 1, a signal equivalent to logic 0, or high impedance state. ഇത് 3 കേസുകളാണ് അവിടെ ഉള്ളത് നമുക്ക് അല്ലേ. ഓക്കെ, the logic 1 and 0 are normal digital signals. The high impedance state has like an open circuit, which means that the output does not carry a signal and has no logic significance. ഓക്കെ, ഇനി റോമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. റോം നമുക്കറിയാം റീഡ് ഓൺലി മെമ്മറിയാണ്. റാമിന് പറഞ്ഞ രൂപത്തിലല്ല റോമിൻ്റെ കേസ് കേട്ടോ. റോം റീഡ് ഓൺലി മെമ്മറിയാണ്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ROM is portion of main memory is needed for storing an initial program called bootstrap loader. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ബൂട്ടിംഗ് പഠിച്ചിട്ടുണ്ടാവില്ലേ. ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കമ്പ്യൂട്ടറിനകത്തിൽ ഹാർഡ് ഡിസ്കിനകത്ത് പെർമനൻ്റായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ റാമിലേക്ക് ലോഡ് ചെയ്യുകയും ആ റാമിൽ നിന്ന് വീണ്ടത് CPU ആക്സസ് ചെയ്യുകയും CPU അങ്ങനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്ന ആ പ്രോസസ്സിൻ്റെ പറഞ്ഞ പേരാണെന്ത്, ബൂട്ടിംഗ്. അപ്പോൾ അങ്ങനെ നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഹാർഡ് ഡിസ്കിനകത്തുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ എടുത്തിട്ട് റാമിലേക്ക് ലോഡ് ചെയ്യിക്കണം, എങ്കിലല്ലേ OS വർക്ക് ചെയ്യുള്ളൂ. OS വർക്ക് ചെയ്തെങ്കിലേ നമുക്ക് OS ഉപയോഗിച്ചിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് മറ്റു പ്രോഗ്രാംസുകളെയും ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ വർക്ക് ചെയ്യിപ്പിക്കണം. ഓക്കെ, അങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടർ ബട്ടൺ ഓപ്പൺ, നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ പവർ ബട്ടൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ റോമിനകത്തുള്ള ബൂട്ട് സ്ട്രാപ്പ് ലോഡർ എന്നുള്ള പ്രോഗ്രാം കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിനകത്തുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ റാമിലേക്ക് ലോഡ് ചെയ്യിക്കും. ആ പ്രോഗ്രാമുകളാണെന്ത്, ബൂട്ട് സ്ട്രാപ്പ് ലോഡർ. അങ്ങനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ റാമിലേക്ക് ലോഡ് ചെയ്യുന്ന പ്രോഗ്രാമാണെന്ത്, ബൂട്ട് സ്ട്രാപ്പ് ലോഡർ. The bootstrap loader is a program whose function is
is to start the computer software operating when the power is turned on. അതായത് അവിടെ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ലോഡ് ചെയ്യിക്കുക കേട്ടോ. സിൻസ് റാം ഈസ് വോളറ്റൈൽ, ഇറ്റ്സ് കണ്ടൻസ് ആർ ഡിസ്ട്രോയിഡ് വെൻ പവർ ഈസ് ടേൺ ഓഫ്. അല്ലേ, നമുക്കറിയാം റാം വോളറ്റൈലാണ്. The contents of ROM remains uncharged after power is turned off and on again. നമുക്കറിയാം റോമിനകത്തുള്ള പ്രോഗ്രാംസുകൾ അൺചേഞ്ച്ഡ് ആണ്, അതൊരിക്കലും എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല. റോം പെർമനൻറ്റ് സ്റ്റോറേജ് ആണ് റോമിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കമ്പ്യൂട്ടർ മാനുഫാക്ചർ കമ്പനികൾ റോമിനകത്തേക്ക് ബൂട്ട് സ്ട്രാപ്പ് ലോഡറിൽ പ്രോഗ്രാം അവിടെ എഴുതിയിടും അതിനകത്തേക്ക്. അത് ഒരു ടൈം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പെർമനൻ്റ് അവിടെ ഉണ്ടാവും. പിന്നെ റോമുകൾ തന്നെ ഒരുപാട് ടൈപ്സ് ഓഫ് റോം ഉണ്ട് കേട്ടോ. ഈ എന്താ പറയുക ഈ പ്രോം ഇങ്ങനെ ഒരുപാട് ടൈപ്സ് റോമുകൾ തന്നെ ഉണ്ട്. പി റോമുണ്ട്, പി റോമുണ്ട്, അങ്ങനെ ഒരുപാട് റോംസുകളുണ്ട്. പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന റോമുകളുണ്ട്, അറ്റ് എ ടൈമിൽ മാത്രം പ്രോഗ്രാം ചെയ്യുന്ന റോമുകളുണ്ട്. ഇലക്ട്രിക്കൽ സിഗ്നൽ ഉപയോഗിച്ച് നമുക്ക് എറേസ് ചെയ്തിട്ട് വീണ്ടും എഴുതാൻ പറ്റുന്ന പ്രോഗ്രാമുകളുണ്ട്. ഒരുപാട് ടൈപ്സ് ഓഫ് റോമുകളുണ്ട്. പക്ഷെ നമുക്കത് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, അതിലേക്ക് നമുക്ക് കൂടുതൽ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് റോമിനകത്തുള്ള പ്രോഗ്രാം പവർ ഓഫായി കഴിഞ്ഞാലും അതിനകത്ത് ഒരു ചേഞ്ചും ഉണ്ടാവില്ല. അത് നോൺ വോളറ്റൈലാണ്, വോളറ്റൈലല്ല നോൺ വോളറ്റൈലാണ്. റാം വോളറ്റൈലാണ്. ഓക്കെ. The startup of a computer consists of turning the power on and starting the execution of an initial program. Okay. Thus, when power is turned on, the hardware of the computer sets the program counter to the first address of the bootstrap loader. Okay, bootstrap loader ചെയ്യുന്നത് OS-നെ ലോഡ് ചെയ്യിക്കുക, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ വർക്കിന് അത്യാവശ്യമായിട്ടുള്ള ഡിവൈസുകളൊക്കെ ഉണ്ടോ നോക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ, അപ്പോൾ OS-നെ ഹാർഡ് ഡിസ്കിൽ നിന്നും റാമിലേക്ക് ലോഡ് ചെയ്യിക്കണം. അപ്പോൾ ആദ്യം എന്തുണ്ടോ നോക്കണം, ഹാർഡ് ഡിസ്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടോ നോക്കണം. ഹാർഡ് ഡിസ്ക് കമ്പ്യൂട്ടറിൽ ഇല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് വരും, ഹാർഡ് ഡിസ്ക് ഈസ് നോട്ട് കണക്റ്റഡ്, ഫയൽ നോട്ട് എക്സിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ മെസ്സേജുകൾ നമുക്ക് ബ്ലാക്ക് സ്ക്രീനിൽ നമുക്ക് എഴുതി കാണിക്കും ബൂട്ട് സ്ട്രാപ്പ് ലോഡർ. അതുപോലെ തന്നെ മറ്റു CPU, റാം ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ടോയെന്ന് എന്ത് ചെയ്യും, ഈ ബൂട്ട് സ്ട്രാപ്പ് ലോഡർ അല്ലെങ്കിൽ നമ്മുടെ റോമിനകത്തുള്ള പ്രോഗ്രാമുകൾ ഇനീഷ്യൽ ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് അതൊക്കെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് ഈ OS-നെടുത്തിട്ട് റാമിലേക്ക് ലോഡ് ചെയ്യിക്കും. മനസ്സിലായോ? The bootstrap program loads a portion of the operating system from the disk to main memory. Disk എന്ന് ഉദ്ദേശിക്കുന്നത് ഹാർഡ് ഡിസ്ക് ആണ്. To the main memory and control is then transferred to the operating system, which prepare the computer for general use. ഓക്കെ. അപ്പോൾ ആ OS-നെടുത്ത് ലോഡ് ചെയ്ത് റാമിലേക്ക് കൊടുക്കും, പിന്നെ കൺട്രോൾ ആർക്ക് കൊടുക്കും. ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ OS വർക്ക് ചെയ്തില്ല, പിന്നെ കൺട്രോൾ ആർക്ക് കൊടുക്കും, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കൊടുക്കും. OS വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മാതിരിക്കുള്ള പ്രോപ്പർ യൂസ്, നമ്മുടെ ജനറൽ യൂസുകളൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ. A ROM chip is organized externally in a similar manner. However, since ROM can only read, the database can only be an output mode. അല്ലേ, ഡാറ്റ റീഡ് ചെയ്താൽ മാത്രം മതി, നമുക്ക് എന്ത് ചെയ്യാനല്ല, തിരിച്ചങ്ങോട്ട് ബൈ ഡയറക്ഷൻ അല്ല, സിംഗിൾ ഡയറക്ഷൻ കേട്ടോ. അപ്പോൾ ബൈ ഡയറക്ഷൻ അല്ല, അത് നമ്മൾ ഓർമ്മിച്ച് വെക്കണം. അതുകൊണ്ട് തന്നെ സെയിം സൈസ് ഫോർ ദി സെയിം സൈസ് ചിപ്പ്, നമ്മുടെ റാമിന് ഉപയോഗിച്ച അതേ സെയിം സൈസിലുള്ളൊരു ചിപ്പാണെങ്കിൽ അതിനകത്ത് ബൈ ഡയറക്ഷൻ ആയിരുന്നില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും വരേണ്ടിയിരുന്നു. അതിന് പറയും ഇവിടെ എന്ത് മാത്രം മതി, ഔട്ട്പുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇറ്റ് ഈസ് പോസിബിൾ ടു ഹാവ് ആൻഡ് മോർ ബിറ്റ്സ് ഫോർ റോം ദെൻ റാം. ഇപ്പോൾ ഇവിടെ ഒരുപാട് ബിറ്റുകൾ അവൈലബിൾ ആണ്. റാമിനകത്തുള്ളതിന് ഡബിൾ ബിറ്റുകൾ, നമുക്ക് കൂടുതൽ ബിറ്റുകൾ അവൈലബിൾ ആണ്. ബിക്കോസ് ദ ഇന്റർണൽ ബൈനറി സെൽസ് ഇൻ റോം occupies less space than the RAM. അല്ലേ, ഇവിടെ 512 ഉണ്ട്. 512 × 8 ബിറ്റ് റോമിന് അവൈലബിൾ ആണ്. സെയിം സൈസിലുള്ള ഒരു റോം ആണെങ്കിൽ 512 ബിറ്റുകൾ അവൈലബിൾ ആയിരിക്കും. ഓക്കെ. ചിപ്പ് സെലക്ട് 1, ചിപ്പ് സെലക്ട് 2, പിന്നെ അതുപോലെ 9 ബിറ്റ് അഡ്രസ്സാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. ഫോർ ദിസ് റീസൺ ദ ഡയഗ്രാം സ്പെസിഫൈ 12 bytes ROM while the RAM has only 128 bytes. The 9 address lines in the ROM chip specify any one of the 512 bytes stored in it. The two chip select must be CS1 equal to 1, CS2 equal to 0 for the unit to operate. Otherwise, the database is the high impedance state. Table illenathu. Okay.
there is no need for read or write control because the unit can only read. Thus, when the chip is enabled by the two select inputs, the byte selected by the address line appears on the data bus. ഇവിടെ നമുക്കറിയാം റാമിനകത്ത് റീഡ് റൈറ്റ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അല്ലേ. ഇവിടെ നമുക്ക് എന്തോ ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ, റീഡ് ഓപ്പറേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ CS1 1 CS2 ബാറിനകത്ത് 0 ആയിക്കഴിഞ്ഞാൽ ആണെങ്കിൽ മാത്രമേ എന്ത് റീഡ് ഓപ്പറേഷൻ പോസിബിൾ ആവുള്ളൂ അല്ലേ. റീഡ് എന്നുള്ള ഓപ്പറേഷൻ 1 ഉണ്ടെങ്കിൽ നമുക്കിവിടെ എന്താ പറയും റീഡ് ഓപ്പറേഷൻ പോസിബിൾ ആയിരിക്കും. അല്ലാത്ത എല്ലാ സ്റ്റേറ്റുകളിലും എന്ത് ചെയ്യാറുണ്ടാവുക, നമുക്ക് ഹൈ ഇമ്പിഡൻസ് സ്റ്റേറ്റ് ആയിരിക്കും ഉണ്ടാവുക. ആ റോമിൻ്റെ ആ ഡയഗ്രാം, റാമിൻ്റെ ഡയഗ്രാം ഇല്ല, അതിൽ ചെറിയൊരു മാറ്റമുള്ളൂ. റോമിൻ്റെ ഡയഗ്രാം ഇവിടെ ആഡ് ചെയ്തിട്ടില്ല, നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ളത് മെമ്മറി അഡ്രസ് മാപ്പാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.